ജന്മാദ്യസ്തേതൊന്നയാതിതരതച്ചാത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള നാദശ്രീ ചാനലിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർ, ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 12-ാം അധ്യായം 25 ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത്. ബ്രഹ്മാവിൻ്റെ കുറേ സൃഷ്ടികൾ, മാനസ സൃഷ്ടിയെ പറഞ്ഞിട്ട് സനകൻ, ധനന്ദൻ, ധനാധനൻ, ധനകുമാരൻ ഇവർ മാനസ സൃഷ്ടിയാണ്. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിൽ നിന്ന് പിന്നെ ഓരോന്നുണ്ടാവാൻ തുടങ്ങി. കാരണം ഉത്സംഗാൽ നാരദോ, മടിയിൽ നിന്ന് നാരദൻ, അങ്കുഷ്ടാത് ദക്ഷ, അങ്കുഷ്ടം പെരുവിരൽ, പെരുവിരലിൽ നിന്ന് ദക്ഷൻ, പ്രാണാത് വസിഷ്ഠ, പ്രാണനിൽ നിന്ന് വസിഷ്ഠനും, ത്വക്കിൽ നിന്ന് ഭൃഗുവും കരത്തിൽ നിന്ന് കൃതുവും ഉണ്ടായി. പുലഹൻ നാഭിയിൽ നിന്നും, പുലസ്ത്യൻ കർണത്തിൽ നിന്നും, ചെവിയിൽ നിന്നും, അങ്കിരസ് മുഖത്തിൽ നിന്നും, മരീചി മനസ്സിൽ നിന്നും, മരീചിർ മനസ്സോ അഭവത്. തുടർന്ന് സൃഷ്ടിയെ പറയുന്നു. ധർമ്മത്തനാ ദക്ഷിണതോ എത്ര നാരായണ സ്വയം, മുൻഭാഗം ധർമ്മവും പിൻഭാഗം അധർമ്മവും, അധർമ്മപൃഷ്ഠതോ യസ്മാൻ മൃത്യുർ ലോകഭയങ്കര, എല്ലാവർക്കും ഭയമുണ്ടാക്കുന്ന മൃത്യുവാണ് കാലൻ, അധർമ്മം, അത് ഭഗവാന്റെ പിൻഭാഗമാകുന്നു. ഹൃദികാമോ ഭ്രുവക്രോധോ ലോപശ്ച അധരദച്ഛതാൻ, ആസ്യ വാക് സിന്ധവോ മേഢ്ര നിരതിപ്പായോരകാശ്രയ. ഹൃദയത്തിൽ നിന്ന് കാമവും, ഹൃദയത്തിൽ നിന്ന് കാമവും, ഭ്രുവോ പുരികങ്ങളിൽ നിന്ന് ക്രോധവും. പുരികങ്ങൾ ദേഷ്യം എന്നാൽ എന്താ നമ്മൾ പറയുക, എന്താ അവൻ നെറ്റി ചുളിക്കണ, മുഖം ചുളിക്കണമെന്ന് ചോദിക്കും ഇല്ലേ. അപ്പോൾ പുരികത്തിൽ നിന്ന് കോപവും, അധരദച്ഛതാത് താഴത്തെ ചുണ്ടിൽ നിന്ന് ലോഭവും, മുഖത്തിൽ നിന്ന് സരസ്വതിയും, വാക്ക്, മുഖത്തിൽ നിന്ന് വാക്കും ഉണ്ടായി. ഗുദത്തിൽ നിന്ന് അഘാശ്രയ, പാപത്തിന് ആശ്രയമായ നിരുതിയും ഉണ്ടായി. ഗുദത്തിൽ നിന്ന് നിരുതി ഉണ്ടായി. ഹൃദയത്തിൽ നിന്ന് കാമം, പുരികത്തിൽ നിന്ന് ക്രോധം, കീഴ്ചുണ്ടിൽ നിന്ന് ലോഭം, മുഖത്തിൽ നിന്ന് വാക്ക്. മുഖം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വായ എന്നാണ് അർത്ഥം. മുഖം മൊത്തത്തിലല്ല കേട്ടോ. ആസ്യ മുഖം അതിനും പറയും, ഇവിടെ വായണ. വാക് സിന്ധവോ മേട്ര നിരതി പായോരകാശയ, പാപത്തിന് ആസ്പദമായിട്ടുള്ള നിരതി ഒരു ആസുര ദേവതയാണ്. നമ്മുടെ വീടായാലും ഇതൊക്കെ ആയാലും നിരതി കോൺ എന്ന് പറയുന്ന കോണാണ് കന്നി കോണ്, സൗത്ത് വെസ്റ്റ്, കന്നിമൂല എന്ന് പറയുന്നത്. അവിടെ നിരതി ആയതുകൊണ്ട് പൂജാകാര്യങ്ങളോ ദേവകാര്യങ്ങളോ നടത്തരുത്. ഏതൊക്കെയോ ചില ആൾക്കാർ കന്നിമൂലയിൽ പൂജാമുറി ആവാം എന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു വാസ്തുപ്രകാരം. വാസ്തുവിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലും ഉണ്ടാവും. ശരിയായ അഭിപ്രായം പറയുകയാണെന്ന് വെച്ചാൽ അവിടെ പൂജാമുറി പാടില്ല എന്ന്. കാരണം അസുരനും ദേവന്മാരും കൂടി യോജിക്കില്ല, ആ വീട്ടിൽ തമ്മുതല്ലുണ്ടാവുന്നതാണ് അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ട് കന്നിക്കോണിൽ പൂജാമുറി ഉള്ളവരൊരിക്കലും അത് തുടരണ്ട, അത് മാറ്റുക. പിന്നെ ശരിക്കും വേണ്ട സ്ഥലം എവിടെയെന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ്, അല്ല നോർത്ത് ഈസ്റ്റാണ്, അടുക്കള വയ്ക്കുന്ന സ്ഥലത്താണ്. അവിടെയാണ് ശരിക്കും പൂജാമുറി വേണ്ടത്. അപ്പോൾ അടുക്കളയോ ലേശം തെക്കോട്ട് നീങ്ങിയിട്ടാവാം. ഇവിടെയാണ് അഗ്നികോണ്. നമ്മൾ വളരെ തെറ്റായിട്ടാണ് എന്തോ കേരളത്തിൽ ചെയ്തു പോരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലെ അടുക്കള അത്ര ഉത്തമല്ല. ദോഷമൊന്നുമില്ല, അടുക്കളയെ സംബന്ധിച്ച് ദോഷമൊന്നുമില്ല. പക്ഷേ പൂജാമുറിക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നതാണ് ദോഷം.
അടുക്കള നോർത്ത് വെസ്റ്റ് കോർണറിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പം നമ്മൾ വെക്കണ പോലെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ പൂജാമുറിക്കുള്ള സ്ഥാനം അപ്പോൾ നഷ്ടമാവുന്നു. വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ? അത് ഉത്തമല്ല. അതുകൊണ്ട് നോർത്ത് വെസ്റ്റിൽ അങ്ങനെ വേണമെന്നും നിർത്തി കോണിൽ വേണപ്പോൾ പറയാൻ കാരണം പൂജയോ ദേവകാര്യങ്ങളോ പാടില്ല. അത് കിടപ്പുമുറിയായിട്ട് ഉപയോഗിക്കലാണ്. നമ്മളിപ്പോൾ പോട്ടെ. നിരൃതി പായോ രഘാശയ, പാപാശ്രയനാണ് ഈ നിരൃതി. ഛായായ കർദ്ദമോ ജജ്ഞേ ദേവകൂത്യാപതി പ്രഭു മനസോ ദേഹതച്ഛേദം ജജ്ഞേ വിശ്വകൃതോ ജഗത്. നിഴൽ, എല്ലാവർക്കും നിഴലുണ്ടാവും, ബ്രഹ്മാവിന് നിഴലുണ്ടല്ലോ. അതിൽ നിന്ന് കർദ്ദമൻ ജനിച്ചു. ഈ പറയാൻ പോണ്ട കർദ്ദമചരിതം. ദേവകൂതിയുടെ പതി, ദേവകൂതിയുടെ ഭർത്താവാണ് കർദ്ദമൻ. വിശ്വകൃത, ബ്രഹ്മാവിൻ്റെ ദേഹത്തിൽ നിന്നും മനസ്സിൽ നിന്നും ജനിച്ചു. ബ്രഹ്മാവിൻ്റെ ശരീര ഛായയിൽ നിന്ന് തപസ്സാചരിക്കുന്ന സമർത്ഥനായിട്ടുള്ള കർദ്ദമൻ ഉണ്ടായി. കർദ്ദമൻ ദേവകൂതിയുടെ ഭർത്താവാണ്. മനസ്സിൽ നിന്നും ഈ ലോകം ഒന്നൊന്നായിട്ട് ഉണ്ടായി. ഒക്കെ മാനസ സൃഷ്ടിയാണ്. വാശം ദുഹിതരം തന്നെയും തയമ്പൂർ കരുതിയും മന അകാമാൻ ചകമേ ക്ഷത്ത തകാമ ഇതിനശ്രുതം ക്ഷത്ത വിതുര സകാമ സ്വയംഭു. കാമത്തിന് കുറച്ചിങ്ങനെ അടിമയായിട്ടുള്ള ബ്രഹ്മദേവൻ ആരെ കണ്ടു? മകളായ ദേവിയെ, വാണിയെ, സരസ്വതിയെ കണ്ടു. തന്നെയും ദുഹിതരം, മകളായ സുന്ദരിയെ കണ്ടു. വാചം എന്ന് പറഞ്ഞാൽ വാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം സരസ്വതി എന്നാണ്. വാഗ്ദേവി എന്നും കൂടി ഉണ്ട് അവിടെ. സ്വയംഭൂർ ഹരി തന്നെയും ദുഹിതരം വീക്ഷ്യ, സുന്ദരിയായിട്ടുള്ള വാചം സരസ്വതിയെ കണ്ടു. എന്നിട്ടോ അകാമാഞ്ചകമേക്ഷത്ത, ആ സരസ്വതിയിൽ ഉണ്ടാവാൻ പാടാത്ത ആഗ്രഹം ഉണ്ടായി. ബ്രഹ്മാവിനടക്കം മായ ബാധിച്ചാൽ പിന്നെ ഇന്നത് ചെയ്തു കൂടാത്തത് എന്നുണ്ടാവില്ല. അവിടെ ദുഹിതരം വാചം വാഗ്ദേവിയെ കാമിച്ചു. വാണിയിൽ തനിക്കൊരു അനുരാഗം ഉണ്ടായി. മകളിൽ പാടില്ല. ലോകമുള്ളിടത്തോളം കാലം തെറ്റും ഉണ്ടാവും ശരിയും ഉണ്ടാവും. ഏത് വേണം നമ്മൾ സ്വീകരിക്കണം എന്നാണ് ഇതിൻ്റെയൊക്കെ ആകപ്പാടുള്ള ആ ഒരു ഇതേ. ഇപ്പം എന്തുണ്ടായി? തമധർമ്മേ കൃതമതിം വിലോക്യ പിതരൻ സുതാ മരീചി മുഖ്യ മുനയോ വിശ്രംഭ പ്രത്യബോധയൻ. അധർമ്മത്തിൽ കൃതമതി മനസ്സ് വെച്ച പിതാവിനെ മക്കൾ ശാസിച്ചു. സുതാ പുത്രന്മാരും മരീചി മുതലായവരും മുനിമാരും കണ്ടിട്ട് വിശ്രംഭാത് വിശ്വാസം നിമിത്തം അറിയിപ്പിച്ചു. ഇത് ശരിയല്ല, മകളിൽ അത്തരം ഒരു തോന്നൽ ശരിയല്ല. വിശ്രംഭാർ പ്രത്യബോധയൻ, യഥാർത്ഥമായിട്ട് ആ ബ്രഹ്മാവിനെ ഉപദേശിച്ചു എന്ന് ചുരുക്കം. നൈതത് പൂർവൈ കൃതം ത്വദ്യേ ന കരിഷ്യന്തി ചാപരേ യത്വം ദുഹിതരം അനിഗൃഹ്യാം ഗജം പ്രഭു. എന്താണ് മരീചി മുതലായിട്ടുള്ള മഹർഷിമാർ അച്ഛനായ ബ്രഹ്മാവിനോട് പറഞ്ഞത്? മരീചിയെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. അപ്പോൾ ബ്രഹ്മാവ് അച്ഛനും അങ്കിരസും മകനുമാണല്ലോ. അതാണ് ഇവിടെ പ്രഭു. സമർത്ഥനായത്വം അങ്ങുന്ന് അങ്കജം കാമത്തെ അനിഗൃഹ്യ അടക്കാതെ അടിമപ്പെട്ട് ദുഹിതരം പുത്രിയെ എങ്ങനെ പ്രാപിക്കും? ഒരു പൂർവന്മാരും മുമ്പേ ഇത് ചെയ്തിട്ടില്ല. ബ്രഹ്മാവിൻ്റെ മുമ്പ് ആരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. അസുരന്മാരോ ദേവന്മാരോ പോലും ചെയ്യാത്ത ഈ തെറ്റ് എങ്ങനെ അങ്ങേക്ക് തോന്നി എന്ന് മറ്റു മക്കൾ ബ്രഹ്മാവിനെ ഉപദേശിച്ചു അല്ലെങ്കിൽ ബോധിപ്പിച്ചു. നൈതത് പൂർവേ കൃതം ത്വദ്യേ, അങ്ങയ്ക്ക് മുമ്പേ ആരും നൈതത് പൂർവേ കൃതം ഇത് ചെയ്തിട്ടില്ല. മകളെ പത്നിയാക്കുക.
ന കരിഷ്യന്തി ചാപരെ, ഇനി ആരും ചെയ്യുമെന്നും തോന്നുന്നില്ല. അപ്പം ആരും ചെയ്യാത്ത, ഒരാൾ കീഴിലോ മേലിലോ ചെയ്യാൻ പോവാത്തതോ ചെയ്യാത്തതോ ആയ കാര്യം. ദുഹിതരം, മകളെ എങ്ങനെ? അങ്കജം പ്രഭു, അങ്കജം കാമനാണ് എന്ന് അവർ ബോധിപ്പിച്ചു. തേജി യസാമഭി ഖേദൻ ന സൃഷ്ടിലോക്യം ജഗദ്ഗുരോ യത്വൃത്തമനുതിഷ്ടൻപേ ലോകക്ഷേമായ കൽപ്പതേ. ജഗദ്ഗുരു, അങ്ങ് ശരിക്കും വേദമൊക്കെ പഠിച്ച ലോക ഗുരുവാണ്. ലോകത്തിനും കൂടി അങ്ങോട്ട് തെറ്റിയ ഉപദേശം കൊടുക്കേണ്ട ആളാണ് ശരിയാക്കാൻ. തേജീയസാമഭി, മഹാ തേജസ്വിയാണ്. ഏതത് ന സുശ്ലോക്യം, ഇത് അകീർത്തികരമാണ്. യത് വൃത്തം, യാതൊരുത്തൻ്റെ പ്രവൃത്തിയെ അതിദിഷ്ടനുസരിക്കുന്ന ലോക ക്ഷേമായ, ക്ഷേമത്തിനായി കൊണ്ട് കൽപ്പിക്കുന്നില്ല. അങ്ങ് ഇത് ചെയ്താൽ ബാക്കിയുള്ളവരും അത് ചെയ്യും. അമ്മാവ് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താണെന്നാവും കാര്യം. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേ തരോജന, ശ്രേഷ്ഠന്മാരെന്ത് ചെയ്യുന്നു അതുതന്നെയാണ് മറ്റുള്ളവരും പ്രമാണമാക്കുക. അതുകൊണ്ട് തേജി യസാമഭി കേതന്ന സുശ്ലോക്യം ജഗദ്ഗുരു, അങ്ങ് തേജസ്വിയാണ്, വേദം പഠിച്ചിട്ടുണ്ട്, അറിവുണ്ട്, തപസ്വിയാണ്. എങ്കിലും ഇത് നാളെ ലോകം അനുകരിച്ചാൽ നല്ലതല്ല, ഒരിക്കലും ഉണ്ടാവുക. യത് വൃത്തം അനുദിഷ്ടൻപൈ ലോക ക്ഷേമായ കൽപ്പത, ലോകം ഇത് അനുവർത്തിച്ചാൽ ഒരിക്കലും നന്മ ലോകത്തിൽ നിറയില്ല, ഉണ്ടാവില്ല. തസ്മൈ നമോ ഭഗവതേ ഐദം സേനരോജിഷാത്മത്വം വ്യഞ്ജയാമാസ സധർമ്മം പാതുമർഹസി. ശേരസ്വരോജിഷ, സ്വകീയജ്ഞാനത്താൽ ആത്മസ്ഥം ഇതം, ആത്മാവിലിരിക്കുന്നതിനെ യാതൊരുത്തൻ പ്രകാശിപ്പിച്ചു. അതായത് ജ്ഞാനം പ്രകാശിപ്പിച്ചു, ലോകത്തിനായിക്കൊണ്ട് ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചതായ അങ്ങയ്ക്ക് നമസ്കാരം. തസ്മൈ ഭഗവതേ, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അദ്ദേഹം ധർമ്മത്തെ രക്ഷിക്കുകയാണ് വേണ്ടത്. അറിവിൻ്റെ മൂർത്തിയായിട്ടുള്ള അങ്ങ് ഞങ്ങൾ നമസ്കരിക്കുന്നു. അങ്ങ് തീർച്ചയായിട്ടും ധർമ്മത്തെ സ്ഥാപിക്കുകയാണ് വേണ്ടത്, ഇല്ലാണ്ടാക്കില്ല എന്ന് മരീചി മുതലായിട്ടുള്ളവർ ബ്രഹ്മാവിനെ ഓർമ്മിപ്പിച്ചു, ബോധിപ്പിച്ചു. സൈത്തം ഗണതപുത്രാൻ പുരോ ദൃഷ്ട്വാ പ്രജാപതിം പ്രജാപതിപതി തന്വം തത്യാജ പ്രീഡിതത്തഥാ താം ദിശോ ജഗർഘോരാം നീഹാരം വിദുത്തമ. ഇത്തം ഗണത, ഇങ്ങനെ പറയുന്ന പുത്രാൻ പ്രജാപതിൻ, പുത്രന്മാരായ പ്രജാപതികളെ, മരീചി മുതലായിട്ട് പ്രജാപതികളെ പോലെയുള്ളവരാണ്, മുമ്പിൽ കണ്ടിട്ട് പുരാ ദൃഷ്ടുവ വ്രീഡിത, ലജ്ജിച്ചു ബ്രഹ്മാവ്. കഷ്ടം, ഇവർക്ക് ഇങ്ങനെ പറയാൻ ഞാൻ വഴി കൊടുത്തില്ലേ, അല്ലെങ്കിൽ എൻ്റെ ദുഷ്പ്രവൃത്തി കാരണം കൊണ്ട് അവർക്ക് എന്നെയും കൂടി ഉപദേശിക്കേണ്ടി വന്നില്ലേ എന്ന് തെറ്റിയാജ ബ്രഹ്മാവ് എന്ത് ചെയ്തു? തന്വം, ശരീരത്തെ ഉപേക്ഷിച്ചു. ആ ശരീരം പാപമാണ്, ചിന്തിച്ചാൽ തന്നെ പാപമാണ്, പാപങ്ങൾ എന്നാണ്. പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ പോലും മനസ്സാ വാചാ കർമ്മണ എന്നാണ്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഒരാളെ കൊല്ലണം എന്ന് മനസ്സ് വിചാരിച്ചാൽ മതി. കൊലപാതക കുറ്റമാണ് ഈ സെക്ഷൻ പ്രകാരം. നമ്മുടെ പീനൽ കോഡിൽ തെളിവിനനുസരിച്ചാണ് കേട്ടോ. കെട്ടിത്തൂക്കിയിട്ട് കൊന്നിട്ടില്ല എന്നാക്കി തീർക്കാം. അത് നമ്മുടെ പീനൽ കോഡിൻ്റെ കേമത്വം. ഒന്നാലോചിച്ചാൽ എല്ലാവരും ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞാൽ. ഇവിടുത്തെയൊക്കെ ജഡ്ജിമാരൊരു കൊലപാതകത്തിനെ പറ്റി കണ്ടിട്ടാണോ വിധിക്കണം? അന്വേഷിച്ചറിയെങ്കിലും ചെയ്യുന്നുണ്ടോ അവർ? സാഹചര്യം നോക്കി വാദിച്ചിട്ടല്ലേ ജയിക്കണം. ഇതെന്ത് നീതിന്യായ വ്യവസ്ഥയാണ്? എന്തെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടല്ല അവർ വിധി പാസ്സാക്കണം. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോട് മുഴുവൻ യോജിക്കാൻ കഴിയില്ല. എന്ത് കോടതി, ഏത് കോടതി കാണുന്നുണ്ടോ അവർ? അറിയുന്നുണ്ടോ അവർ? വാദിച്ചിട്ട് എവിടേക്കാണ് എത്തണം വെച്ചാൽ അതിനനുസരിച്ചാണ് വിധി. ചിലപ്പോൾ കൊലപാതകി രക്ഷപ്പെടുന്നില്ലേ, പിന്നെ എന്തിനായി നീതിന്യായ വ്യവസ്ഥ? മോശമാണ്. തൊട്ടെ, അതൊക്കെ വേറെ വിഷയം. പ്രജാപതി പതിത്വന്നൻ തത്യാജ പീഡിതത്തതാ തന്ദിശോ ജഗർഘോര നീഹാര വിദുത്തമ. ദിക്കുകൾ, അതായത് ആ ശരീരത്തെ ബ്രഹ്മാവ് മനസ്സിൽ തെറ്റ് ചിന്തിച്ചു. അതപ്പോൾ പറയാൻ കാരണം തെറ്റ് ചെയ്തിട്ടില്ല.
തെറ്റ് ചിന്തിച്ചത് കൊണ്ട് തന്നെ ആ ശരീരത്തെ വിട്ടു, വേറെ ശരീരത്തെ സ്വീകരിച്ചു. ബ്രഹ്മാവിൻ്റെ സങ്കല്പം കൊണ്ട് തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ കഴിവുള്ള ആളാണ് ബ്രഹ്മാവ്. എന്നും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കണം, നമുക്ക് പറ്റില്ലല്ലോ. കഥാചിത്യായതസ്രട്ടുർവേദ ആസൻ ചതുർമുഖാൻ കഥം തൃട്യമ്യകം ലോകാൻ സമവേദാൻ യഥാപുര. സമവേദാൻ ഒന്നായി ചേർന്നിരിക്കുന്ന ലോകാൻ, സമവേദാൻ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചതായ, ഒന്നായി ചേർന്നതായ ലോകാൻ ലോകങ്ങളെ, യഥാപുര പണ്ടത്തെ പോലെ കഥം എങ്ങനെ സൃഷ്ടിയാമി, എൻ്റെ ശരീരം ഞാൻ ഉപേക്ഷിച്ചില്ലേ, ഇനി പുതിയ ശരീരം കൊണ്ട് ഞാൻ എങ്ങനെ ലോകത്തെ, പുതിയ ശരീരം ഇല്ലെങ്കിൽ സൃഷ്ടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ലോകത്തെ എങ്ങനെ ഞാൻ സൃഷ്ടിക്കും, തുടങ്ങിയ സൃഷ്ടിയെ പൂർത്തിയാക്കും. സൃഷ്ടിയാമി ഞാൻ എങ്ങനെ സൃഷ്ടിക്കും, ഞാൻ എന്നാണ് മീ, അതാണ് മൈ എന്ന് വന്നതെന്നാണ് ചിലർ പറയണത്. ഇംഗ്ലീഷും നമുക്കുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. എങ്ങനെയായാലും സൃഷ്ടിയാമി ഞാൻ എങ്ങനെ സൃഷ്ടിക്കുക, അതുകൊണ്ട് മൈ എന്ന് വന്നു. കഥാചിത് ഒരിക്കൽ ധ്യായത ആലോചിക്കുന്ന, ധ്യായത സൃഷ്ടു ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിൻ്റെ മുഖത്ത് നിന്ന് 4 വേദങ്ങൾ ഉണ്ടായി. ഇനി എങ്ങനെ ഞാൻ സൃഷ്ടിക്കുമെന്ന് ചിന്തിച്ചപ്പോഴേക്കും 4 വേദം 4 മുഖത്തു നിന്നും ഉണ്ടായി. 4 മുഖമാണ് ബ്രഹ്മാവിന്, ചതുർമുഖൻ. ആ 4 മുഖത്ത് നിന്ന് 4 വേദങ്ങളാണ് ഉണ്ടായത്. കഥാചിത് ധ്യായത സൃഷ്ടു, സൃഷ്ടു ബ്രഹ്മാവ് ധ്യാനിച്ചപ്പോൾ, ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അധ്യായത അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്ന് ചതുർമുഖാത് വേദാൻ സമവേദാൻ വേദങ്ങൾ ഉണ്ടായി. എങ്ങനെ ഞാൻ സൃഷ്ടിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദങ്ങൾ ഉണ്ടായി. ചാതുർഹോത്രം കർമ്മതന്ത്രം നിവേദനൈ സഹ ധർമ്മത്യപാദ ചത്വാരത്തദേവാസമവൃത്തയാ തഥാ ഏവ അപ്രകാരം ഉപദേവനൈ ഉപവേദ നയങ്ങളോട് കൂടിയ ചാതുർഹോത്രം 4 വിധക്കാരായ ഹോതാക്കളുടെ കർമ്മതന്ത്രം യജ്ഞവിസ്താരം ധർമ്മസ്യ ചത്വാര ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ ആശ്രമവൃത്തികൾ പ്രകാരം ഉണ്ടായി. എങ്ങനെ ഞാൻ സൃഷ്ടി തുടരും എന്ന് ചിന്തിച്ചതായിട്ടുള്ള സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആദ്യം ഉണ്ടായതെന്താ? ഉപവേദനയെ, ഉപവേദങ്ങൾ, വേദനയില്ല കേട്ടോ, ഉപവേദനയെ സഹ. ഉപവേദം എന്ന് പറഞ്ഞാൽ ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, സ്ഥാപത്യം, ഈ 4 എണ്ണത്തിനാണ് ഉപവേദങ്ങളെന്ന് പറയുക. ഋക്ക യജുസ് അധർമ്മം, ഋക്ക യജുസ് അധർവം സാമം, ഇത് 4 വേദങ്ങളും ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, സ്ഥാപത്യം എന്നീ 4 ഉപവേദങ്ങളും സൃഷ്ടിച്ചുവല്ലോ. പിന്നെ 6 ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി. 6 ശാസ്ത്രങ്ങൾ സാധാരണ പറയുന്നത് ശിക്ഷാകൽപ്പം, വ്യാകരണം, ഇതൊക്കെയാണ്. ജ്യോതിഷം, 6 ശാസ്ത്രങ്ങൾ, ശിക്ഷാകൽപ്പം, വ്യാകരണം, ജ്യോതിഷം മുതലായിട്ടുള്ള 6 ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി. ഇവിടെ പറയണത് ശാസ്ത്രം, പുരാണം, ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രം, തപസ്, ദയാദാനം എന്നു പേരുള്ള ധർമ്മപാദങ്ങളും ബ്രഹ്മചര്യാദികളായിട്ടുള്ള 4 ആശ്രമങ്ങൾ. അതെന്തൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ശിക്ഷാകൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, ഇതാണ് 6 ശാസ്ത്രങ്ങൾ. അപ്പം ഇതൊക്കെ പിന്നീട് ഉണ്ടായി. ബ്രഹ്മാവാണ് എല്ലാം സൃഷ്ടിച്ചത്. വിതുര ഉവാച സവേ വിശേഷജാമീശോ വേദാദീൻമുഖതോത്ജത് യദ്യത് ഏന ആത്ജത് ദേവ തന്മേ ബ്രൂഹി തപോധന. വിതുരൻ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് പിന്നെ സൃഷ്ടിച്ചത്? നീ കേൾക്കണം. യത് ഏന,
ഏതൊന്ന് ഏതൊന്ന് ഏന എന്നത് കൂടി ചേരുമ്പോൾ യത്യത്യേന യത് യത് ഏന യദ്യത്യേന യദ്യത് ഏന യത് യത് പ്ലസ് ഏന യത് യത് ഏന ആസൃജത് സൃഷ്ടിച്ചു. യദ്യത്യേന ആസൃജത് ദേവ ദേവനായിട്ടുള്ള ബ്രഹ്മാവ് എന്തെല്ലാം സൃഷ്ടിച്ചു എന്നല്ലയോ മൈത്രേയ മഹർഷി പറഞ്ഞാലും. മൈത്രേയ ഉവാച ഋഗ്യജുസ്സാമഥർവാക്യാൻ വേദാൻ പൂർവാദിവിർമുഖേ ശത്രമിത്യാം തുതിസ്തോമം പ്രായശ്ചിത്തം വേദാക്രമാൻ. ഋഗ്യജുസ് സാമം അഥർവം എന്നീ 4 വേദങ്ങളെ സൃഷ്ടിച്ചു. ഈ 4 വേദങ്ങളെ ചിലപ്പോൾ ത്രിവേദങ്ങൾ, 3 വേദങ്ങൾ എന്ന് പറയും. നാരായണീയത്തിലൊക്കെ കാണാം അവസാനം 3 ലോകത്തെ അളന്ന ഭഗവാൻ, 3 അവസ്ഥകൾക്കപ്പുറത്തുള്ള ഭഗവാൻ, 3 വേദസ്വരൂപനായിട്ടുള്ള ഭഗവാൻ. അപ്പം എന്താ 3 വേദം? ഇവിടെ 4 വേദമാണ്. വേദം 4 എന്നാണ് നമ്മളൊക്കെ പറയുക. ഋക്കും യജസ്സും സാമവും മാത്രമാണ് യഥാർത്ഥ വേദങ്ങൾ. അഥർവം കുറച്ച് അധമം തന്നെയാണ്. ഈ അഥർവവേദത്തിനെ കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് അർഹത പ്രകാരം പഠിച്ചാൽ 4മത്തേന് പ്രസക്തിയില്ല. ഇപ്പം യൂട്യൂബിലൊക്കെ കാണാം ആഭിചാരം, മന്ത്രവാദം, അറിയേണ്ടാത്തതെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ അത് അറിയേണ്ടതെല്ലാം ഈ ഇത് നോക്കിയാൽ കിട്ടും, അറിയേണ്ടാത്തതൊക്കെ അത് നോക്കിയാൽ കിട്ടും. എന്തിനാണ് ഈ വേണ്ടാത്തതിന് പോണത്? കാരണം ഈ 3 വേദത്തിലത്തെ തത്വങ്ങൾ ഉൾക്കൊണ്ടാലോ വേദം ശരിക്കും പഠിച്ചാലോ, വേദം ശരിക്കും പഠിക്കണം എന്നില്ല കേട്ടോ, പഠിക്കാൻ കഴിഞ്ഞാൽ നന്നായി. ഇനി അല്ലെങ്കിൽ അതിൻ്റെ തത്വമാണ്. വേദവും വേദാന്തവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വേദം? വേദം തന്നെ. വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറയപ്പെട്ട സംഗതി എന്നാണ്. എന്താ ഈശ്വരൻ? സംശയിക്കാനൊന്നുമില്ല. വേദത്തിൽ പറയപ്പെട്ട കാര്യം എന്താ? ഈശ്വരൻ. ആ ഈശ്വരനെ വേറെ രീതിയിൽ നമ്മൾ പ്രാപിച്ചാൽ വേദാന്ത തത്വങ്ങൾ ഉൾക്കൊണ്ടവനായി. ഇപ്പോൾ അവനെ അഥർവവേദത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അറിയേണ്ടാത്തതിനെക്കുറിച്ച് അറിയണ്ട, നിർബന്ധമൊന്നുമില്ല. അഥർവവേദത്തിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ടാണ് ഈ ത്രിവേദം എന്ന് ചില ദിക്കിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ്. ഋഗ്യജുസ്സാം അഥർവാക്യാൻ വേദാൻ പൂർവാദിവിർ മുഖൈ. പിന്നെ ശസ്ത്രമിജ്ഞാൻ തുതി തോമം, ശസ്ത്രം എന്ന് അതിനെ സൃഷ്ടിച്ചു. ശസ്ത്രമാണ് അവിടെ, ശാസ്ത്രമല്ല എന്ന് പ്രത്യേകം ധരിക്കണം. തെറ്റിയടിച്ചതല്ല, അത് ശസ്ത്രം തന്നെയാണ്. ശസ്ത്രം ഇജ്യാ തുതി തോമം പ്രായശ്ചിത്തം എന്നീ 4 കർമ്മങ്ങളിൽ ഒന്നാണ് അത് ഈ ശസ്ത്രം. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും അസ്ത്രം എന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ശാസ്ത്രം എന്നും വായിക്കരുത്. ഇവിടെ ശസ്ത്രമിജ്യാം തുതിസ്തോമം പ്രായശ്ചിത്തം വേദാക്രമാൻ. ശസ്ത്രം, ഇജ്യ, തുതിസ്തോമം എന്നീ 4 വിധ കർമ്മങ്ങളെ സൃഷ്ടിച്ചു. പിന്നെ ആണ് ഉപവേദങ്ങൾ. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, വേദമാത്മനസ്താപത്തഞ്ചാത്രിജത് വേദം ക്രമാത് പൂർവാദിഭിർമുഖേ. ക്രമാത് പൂർവാദിഭി തൻ്റെ മുഖത്തെ 4 മുഖങ്ങളെ കൊണ്ട് മുന്നോട്ടുള്ളത് തുടങ്ങി ബാക്കി 3 മുഖങ്ങളെ കൊണ്ട് ക്രമത്തിൽ എന്ത് സൃഷ്ടിച്ചു? ക്രമാത് പൂർവാദിഭിർ മുഖേഹി ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, താപത്യം ച ആസൃജത്. ഈ 4 എണ്ണം സൃഷ്ടിച്ചു. ഇനി എന്ത് സൃഷ്ടിച്ചു? ഇതിഹാസ പുരാണാനി പഞ്ചമം വേദമീശ്വര. ഇതിഹാസ പുരാണങ്ങൾ 5ാമത്തെ വേദമാണ് എന്നാണ് പറയുന്നത്. അപ്പം അത് പഠിച്ചാൽ ഒരു വേദം പഠിച്ച ഗുണമുണ്ട്. ഇതിഹാസം, പുരാണം, വേദങ്ങളുടെ വ്യാഖ്യാനമാണ് അത്രേ പുരാണവും ഇതിഹാസങ്ങൾ. അപ്പം ഇതിഹാസ പുരാണാനി പഞ്ചമം വേദം ഉച്ചതേ എന്നും പറയാം, ഈശ്വര എന്നുമുണ്ട്. സർവേഭ്യ ഏവത് ഭക്തേഭ്യ സസൃജേ സർവദർശന. എല്ലാ മുഖങ്ങളിൽ നിന്നും 5ാമത്തെ വേദമായ
ഇതിഹാസം, പുരാണം എന്നിവയെ സൃഷ്ടിച്ചു. ഷോഡശയുക്തൗ പൂർവവക്ത്രാർ പുരീഷ അഗ്നിഷ്ടുതാവധ ആപ്തോര്യാമാതിരാത്രൗച വാജപേയം സഗോസവം. ഷോഡശയുക്തൗ, ഷോഡശിയും മുക്തവും ഓരോ കർമ്മങ്ങളാണ്, വേറൊന്നുമില്ല. ഉക്തം വേദവും കാര്യങ്ങളും യാഗങ്ങളൊക്കെ അറിയണവർക്ക് എപ്പോഴും കേൾക്കണം തന്നെയാണത് ഉക്തം. പൂർവഭക്ത്രാത്, കിഴക്ക് ഭാഗത്തുള്ള മുഖത്തിൽ നിന്ന് ഷോഡശിയും മുക്തവും ഉണ്ടായി. യാഗാദി കർമ്മത്തിൽപ്പെട്ട ചിലതൊക്കെയാണ് ഉണ്ടായി. പുരീഷ അഗ്നിഷ്ടുതൗ, പുരീഷി എന്ന് പറയുന്ന കർമ്മവും അഗ്നിഷ്ടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കർമ്മവും ഉണ്ടായി. ആപ്തോര്യാമ ആദിമാത്രാത്രൗച അതിരാത്രം, ആപ്തോര്യാമം ആദിരാത്രം എന്നീ 2 യാഗങ്ങളും സഗോസവം വാചപേയം, ഗോസവത്തോടു കൂടിയ വാചപേയം, ഗോസവത്തോടു കൂടിയ വാചപേയവും ഉണ്ടായി. വിദ്യാദാനം തപസ്യത്തം ധർമ്മസ്തേതിപദാനി ച ആശ്രമാംശദാസംഖ്യം ആസൃജത് സഹവൃത്തിഭി. പിന്നെന്തൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചാൽ വിദ്യ, വേദാദികൾ അറിയേണ്ടതും, ദാനം അറിയാം, തപസ്, സത്യം, ധർമ്മസ്യ പാദാനി, ധർമ്മത്തിൻ്റെ 4 പാദങ്ങളാണ് വിദ്യാദാനം തപസ് മുതലായിട്ടുള്ളത്. അതിനെ സൃഷ്ടിച്ചു. തപസ്, സത്യം, ദയ മുതലായിട്ടുള്ള 4 എണ്ണനെ. പിന്നെയോ ആശ്രമാൻ, ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, ഗൃഹസ്ഥ്യം, സന്യാസം എന്നീ ആശ്രമങ്ങളെയും സൃഷ്ടിച്ചു. സാവിത്രം പ്രാജാപത്യം ച ബ്രാഹ്മം പാദഭൃഗത്തഥ, ബ്രാഹ്മൻ ചാഥ ച പ്ലസ് അഥ ഭൃഗത്തഥ വാർത്താ സഞ്ജയശാലീനശിലോഞ്ച ഇതി വൈ ഗൃഹേ. സാവിത്രം, സൂര്യൻ, സവിതാവിനെ, സൂര്യനെ പ്രസാദിപ്പിക്കുന്ന വ്രതാണ് കേട്ടോ ഇവിടെ സാവിത്രം. സാവിത്രം സൂര്യനെ സംബന്ധിച്ചത് എന്നാണ്. സവിതാവ് ആണ് സൂര്യൻ. സാവിത്രം സൂര്യനെ സംബന്ധിക്കുന്ന, സൂര്യനെ പ്രസാദിപ്പിക്കുന്ന വ്രതം. പ്രാജാപത്യം, പ്രജാപതിയെ പ്രസാദിപ്പിക്കുന്ന വ്രതം. ബ്രഹ്മാവ്, ബ്രഹ്മാവിനെ പ്രദോഷിക്കാൻ ഉള്ള വ്രതം. ബ്രാഹ്മം, ബ്രഹ്മത്തെ സ്വാധീനപ്പെടുത്തുന്ന വ്രതം. തഥാ ബൃഹത്ത്, അധികം വലുതായിരിക്കുന്ന വ്രതം, ബൃഹത്ത്. ഗൃഹേ, ഗൃഹസ്ഥാശ്രമത്തിൽ വാർത്താസഞ്ചയശാലീന ശിലോഞ്ച, വാർത്താസഞ്ചയശാലീന ശിലോഞ്ചം എന്നീ കർമ്മങ്ങളെയും സൃഷ്ടിച്ച കുറേ സൽക്കർമ്മങ്ങളാണ്. സാവിത്രം പ്രാജാപത്യഞ്ച ബ്രാഹ്മഞ്ചാത ബൃഹത് തഥാ വാർത്താസഞ്ചയശാലീന ശിലോഞ്ച ഇതി വൈ ഗൃഹേ വൈകാനസാവാലകില്യൗദുംബരാപേന ഭാവനെ ന്യാസേ കുടീചകപൂർവം ബഹ്കോദോ കംസനിക്രിയ. 4 തരത്തിലുള്ള സന്യാസത്തെ ഇവിടെ പറയുന്നു. വൈകാനസ, ബാലകില്യ, വൈകാനസന്മാർ, ബാലകില്യന്മാർ, ഔദുംബരന്മാർ, പലതരത്തിലാണ് സന്യാസിമാർ. ഒരു തരത്തിലല്ല. നമ്മൾ വാൽമീകി രാമായണത്തിൽ രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ സന്യാസിമാർ വന്നു എന്ന് പറഞ്ഞിടത്ത് ഒരുപാട് സന്യാസിമാരെ പറയുന്നുണ്ട്. അത്രയും വിസ്തരിച്ചിട്ട് അദ്ദേഹം രാമായണത്തിൽ പറയണില്ല. അതിൽ പുല്ല് മാത്രം കഴിക്കണവർ, നിലത്ത് കിടക്കണവർ, ഒന്നും ഭക്ഷിക്കാത്തവർ, വായുഭക്ഷകന്മാർ, കല്ലുകൊണ്ട് മാത്രം ഭക്ഷണം, അതായത് കായകനികൾ പൊട്ടിക്കുന്നവർ, പല്ലുകൊണ്ട് കടിക്കൂല, ആയുധം ഉപയോഗിക്കൂല, കല്ലുകൊണ്ട് മാത്രമാണ് അശ്മകുട്ടന്മാർ, വല്ലാത്ത കുട്ടന്മാരത് ആ മഹർഷിമാർക്ക് പറയുക. ബാലകില്യന്മാർ, നിലത്ത് കിടക്കുന്നവർ, കിടക്കുകയേ ചെയ്യാത്തവർ, ഭക്ഷിക്കാത്തവർ, ഇങ്ങനെ അതിൽപ്പെട്ടവരാണ് വൈഖാനസന്മാർ, ബാലകില്യന്മാർ, ഔദുംബരന്മാർ, പേനപാവനെ, ന്യാസേ കുടിയൊക്കെ ഓരോ സന്യാസിയുടെ വിഭാഗമാണ്. ന്യാസേ കുടീചക പൂർവം, കുടീചകന്മാർ, ഈ നദികളുടെ തീരത്ത് കുടിൽ കെട്ടിക്കഴിയുന്നവർ അത്ര കുടീചകന്മാർ. ബഹ്വോദോ കംസനിക്രിയാൻ, ബഹ്വോദൻ ഒക്കെ കന്യാസത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ. കുടീചകൻ കർമ്മത്തെ അപ്രധാനമായിട്ട് കണക്കാക്കുന്നവർ. ബഹ്വോദൻ വളരെ വിരക്തി വന്നവർ. ഹംസൻ കുറേയും കൂടി വിരക്തി വന്നവർ. പരമഹംസൻ ഏറ്റവും വിരക്തി വന്നവർ. എത്ര തരങ്ങളായി.
ന്യാസം, ബക്കോദൻ, കുടീചകൻ, കംസൻ, പരമഹംസൻ. പരമഹംസനാണ് ഏറ്റവും വിരക്തി വന്നത്. ഇങ്ങനെയുള്ള സന്യാസ മാർഗത്തെയും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഇവിടെയൊക്കെ ഓരോ സൽക്കർമ്മങ്ങളെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയല്ലാണ്ട് ഈ ലോകത്തിൽ സൽക്കർമ്മോ അകർമ്മോ കർമ്മോ ഒന്നും ഇല്ല. ആനീക്ഷികീത്രൈവാർത്ത ദണ്ഡനീതി തദൈവച ഏവം വ്യാഹൃതയച്ചാസൻ പണവോപ്യസ്തകര. പിന്നെ ആനീഷികി വ്യാഹൃതികൾ ഗായത്രിയൊക്കെ ജപിക്കുമ്പോൾ വ്യാഹൃതി ജപിക്കണം എന്ന് പറയും. മന്ത്രത്തിൻ്റെ ഓരോ ഓം ഭൂർ ഭ സ എന്നുള്ള ഓരോ ഇതിലും ഓരോരോ വ്യാഹൃതി ഉണ്ട്. അത് ജപിച്ചിട്ട് ഗായത്രി ജപിക്കണം, വിസ്തരിച്ചിട്ട് ജപിക്കുമ്പോൾ വേണ്ടത്. വെറുതെ ഓം പൂർവസ്ഥാനം ജപിക്കലല്ല, വ്യാഹൃതികളോട് കൂടി ജപിക്കുക. അപ്പോൾ വ്യാഹൃതികൾ ഉണ്ടായി. അങ്ങനെ ഓരോരോ കർമ്മങ്ങളും നല്ലതും ചീത്തയായിട്ടുള്ളതെല്ലാം ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് സൃഷ്ടി തുടർന്ന് വർണ്ണിക്കണു. അങ്ങനെയാണ് വരാഹാവതാരത്തിലേക്ക് വരുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.